ഹായ്, നമുക്കിന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ നമ്മൾ ഐസ്ക്രീമിലും കേക്കിലും കുക്കീസിലും പിന്നെ ചില കറികളിലൊക്കെ ചേർക്കും. അത് പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് തേങ്ങയുടെ അകത്തെ വെള്ള പാർട്ട് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഈ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കത്തി ഉപയോഗിച്ചിട്ട് തേങ്ങ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഈ ചുറ്റിക കൊണ്ടും എല്ലാം ചിരട്ട പൊട്ടിച്ച് കളഞ്ഞിട്ട് തേങ്ങ മുഴുവനായിട്ട് എടുത്താലും മതി. അപ്പം നിങ്ങൾക്ക് ഏതാ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ തേങ്ങ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇപ്പം ഞാൻ ഇതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ ബാക്കിൽ നിന്ന് ഈ കറുത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈസ് കത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെളുത്തിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ഈ കറുത്ത ഭാഗം ഇടാൻ പാടില്ല. അപ്പം ഞാനിത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പീലർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് കളഞ്ഞാലും മതി. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് കത്തി കൊണ്ട് റിമൂവ് ചെയ്ത് കളയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക. ഇപ്പോൾ ഞാൻ കറുത്ത ഭാഗം എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ ഈ തേങ്ങയിലൊക്കെ കറുത്ത ഷെയ്ഡൊക്കെ വരും. കറുത്ത ഭാഗത്ത് പിടിച്ചിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുക നല്ലപോലെ. എന്നിട്ട് തുണി കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക. ഇനി മിക്സിയുടെ പൊടിക്കുന്ന ജാറില്ലേ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പീസസ് ഇട്ടാൽ മതി. എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. കൂടുതൽ ഇട്ടാൽ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ തേങ്ങയും പൊടിച്ചെടുക്കുക. ഇപ്പം എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടിഭാഗം കട്ടിയുള്ള ഒരു പാന് ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റൗ ഓണാക്കണ്ട. ആദ്യം തേങ്ങ നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാത്രം സ്റ്റൗ ഓണാക്കുക. സ്റ്റൗ ഓണാക്കി വെച്ചിരുന്ന പാൻ ചൂടായി കിടക്കും. അപ്പം നമ്മൾ തേങ്ങ ഇടുമ്പോഴേക്കും ആദ്യം ഇടുന്ന തേങ്ങയൊക്കെ കറുത്തു പോകും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് തീ നല്ല കുറച്ചിടണം, സിമ്മിലിടണം. എന്നിട്ട് ഇടവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീ കൂട്ടിയിട്ടിട്ട് തീയലിന് വറുക്കുന്ന പോലെ വറുക്കരുത്. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് വാട്ടർ കണ്ടന്റ് കാണില്ല, പക്ഷെ കളറ് നല്ല വെള്ള പോലെ തന്നെ ഇരിക്കണം. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് തേങ്ങ ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. ഇത് കുറച്ച് ടൈം എടുക്കും. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തേങ്ങയൊക്കെ ഒട്ടിയിരിക്കാതെ മാറി വന്നിട്ടുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞു. ഞാനിത് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈകൊണ്ടൊന്ന് പിടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ വെള്ളമയം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് ഇനിയും കുറച്ച് ടൈം കൂടെ എടുക്കും. ഇപ്പം ഇളക്കുമ്പോൾ ചെറുതായിട്ട് സൗണ്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് വെള്ളമൊക്കെ മാറി തേങ്ങ കുറച്ച് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒന്ന് നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി പാന് സ്റ്റൗവിൽ വയ്ക്കാതെ എടുത്ത് താഴോട്ട് വയ്ക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്ക് 2-3 തേങ്ങ ഒന്നിച്ചെടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ജാറിൽ വെള്ളമയം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേടാകും പുറത്ത് വെച്ചാൽ.
അതുകൊണ്ട് ഇത് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ആവശ്യം വരുമ്പോൾ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.